ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിലും പോലീസ് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. കേരളത്തിൽ പെൺകുട്ടികൾക്ക് വീട് വിട്ട് പുറത്തേക്ക് വരുന്നതിന് തന്നെ പേടിയാണ്. ഇതിന് നടപടിയെടുക്കേണ്ട സിറ്റി കമ്മീഷണർ ക്രിക്കറ്റ് മാച്ച് കാണുന്നതിന് വേണ്ടി സിഡ്നിയിൽ പോയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും പോലീസുകാർ യാതൊരുവിധ നടപടി എടുക്കാത്തതിന് കാരണം എന്താണ്? ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് NTVയുടെ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. ഡാർലിംഗ്, നിന്റെ ഫോണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലായി ഡാർലിംഗ്. മനസ്സിലായി. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. ശരി, എന്റെ വണ്ടി ഞാൻ അങ്ങോട്ട് വിടാം. നീ അതിൽ കയറി ഇങ്ങോട്ട് വാ. അതുകൊണ്ടല്ലേ നമുക്ക് പ്രശ്നം ഉണ്ടായത്. അവിടെയുള്ള ആണുങ്ങളെ ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല. എന്റെ മനസ്സ് മുഴുവൻ നീ മാത്രമേ ഉള്ളൂ. അതല്ല ഡാർലിംഗ്, അപ്പൊ ഞാൻ ഡാർലിംഗ്, നീ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വാ. ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ലാസ്റ്റ് കോളായിരിക്കും ഇത്. ഓ ഇല്ല, ഞാൻ കഴുകിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞാലേ അവൻ വരുള്ളൂ സാർ. ലൈഫിൽ ഫസ്റ്റ് തവണയാണ് ഒരു ഗയ്യെ കണ്ടത്. ഇതുവരെ ഞാൻ പടത്തിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അവൻ വന്നു, വാ വിളിച്ചേക്കാം. ഡാർലിംഗ്, സോറി ഡാർലിംഗ്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അക്ബർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന പെണ്ണ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഷൂട്ടർ ബിക്കേം ദ ഹണ്ടർ അങ്ങനെ ഒരു പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയക്കും. അതിനുശേഷം ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഒരു കോള് വരും. അതിനുശേഷം ഒരു പ്ലേസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെണ്ണിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. അത്രേ ഉള്ളൂ എൻ്റെ ജോലി. അത് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. അവൻ്റെ ഫേസ് മാത്രം എനിക്കറിയാം. നാടിൻ്റെ സ്വന്തം കള്ളന്നി, നാടിൻ്റെ സ്വന്തം കള്ളന്നി, നാടിൻ്റെ സ്വന്തം കള്ളന്നി, നാടിൻ്റെ സ്വന്തം കള്ളന്നി. പറയടാ, പറയാൻ നിന്റെ ബോസിനെ കുറിച്ചുള്ള എല്ലാ വിവരവും എന്നോട് പറയടാ. പറയാനല്ലേ പറഞ്ഞേ? പറയേ, ഓർമ്മിച്ചെടുത്ത് പറയടാ. വായി തുറന്ന് പറയാൻ. പറയടാ. അവൻ ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം അവൻ ഞങ്ങളെ കാണാൻ വരുന്നല്ലാതെ ഞങ്ങൾ അവനെ കാണാൻ പോവാറില്ല. അത് മാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ട് അവനൊന്നും അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയും അവനെ അടിച്ചാലുണ്ടല്ലോ മരിച്ചു പോവാൻ. കേരളത്തിൽ പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലിനെ തുടർന്ന് NTV നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷൻ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള കേസുകൾ കണ്ടുപിടിക്കുന്ന സ്പെഷ്യലിസ്റ്റായ പൃഥ്വിയെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാൻ അധികൃതർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റലിജൻസ് വിംഗ്സിൽ ജോലി ചെയ്യുന്ന പൃഥ്വി ഉടനെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ചാർജ് എടുക്കണമെന്ന് അധികൃതർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇന്നു മുതൽ ഈ സിറ്റിയിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിമാരെ പോലെയാണ്.
ശക്തി, എന്റെ അനീത്തിമാരുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച കൊന്ന് കടലിൽ തള്ളിയിരിക്കും ഞാൻ. ആ. ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന വാക്കാ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ബോസ്, ആ പെണ്ണെ കിട്ടി ബോസ്. ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ വീക്കാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. അതല്ല ബോസ്, എല്ലാ പെണ്ണ് കാരണമാണ് നടന്നത്. ഈ കാര്യം എങ്ങനെ പുറത്തറിഞ്ഞത്? ആരത് വെളിപ്പെടുത്തിയത്? എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കതറിയണം. എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. അണ്ടർസ്റ്റുഡ്? നീ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. ഷിറ്റ്. നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ സെക്യൂരിറ്റി ഉണ്ടാവുന്ന ഉറപ്പാ. നമ്മൾ ഇറങ്ങാൻ നോക്കിയാൽ നമ്മളെന്തായാലും പെടുന്ന ഉറപ്പാ. ഇപ്പൊ എന്താ ചെയ്യാ? വാ, ആ ബ്രോക്കർ പയ്യനെ പിടിച്ചാലേ അവനെ തേടി മറ്റവൻ വരാതിരിക്കില്ല. ഇപ്പോ നീ ഉള്ളിടത്ത് തന്നെയാ ഞാനും ഉള്ളത്. നിങ്ങൾക്ക് എങ്ങനെ അറിയും സാർ? ഏടാ, ഞാനിപ്പോ സ്പെഷ്യൽ ഓഫീസറാടാ. എനിക്ക് നിന്നെ പുഷ്പം പോലെ ട്രാക്ക് ചെയ്യാടാ. മേലേക്ക് വാ സാർ, ആ പെണ്ണും എൻ്റെ കൂടെ ഉണ്ട്. ആ പെണ്ണിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ അടുത്തുള്ള നീ ഫോൺ കൊടുക്ക. ഹലോ, ഞാനൊരു പോലീസ് ഓഫീസറാ. എന്നെ നീ ട്രാപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ? ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. മൈക്ക് 1 കോളിംഗ്. ദിസ് ഈസ് മൈ കൺട്രോൾ കോളിംഗ്. കിഡ്നാപ്പ് ചെയ്ത ആളെ കിട്ടിയിട്ടുണ്ട്. അയ്യോ സാർ സാർ സാർ, ഒരു ചെറിയ കളവ് കാണിച്ചതിന് ഇത്രയും വലിയൊരു സ്കെച്ചല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ പോലൊരു കമ്മീഷണറെ പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വലിയ പ്ലാനായിരിക്കും ഇട്ടിരിക്കുന്നത്. സാർ ഇതിനൊന്ന് ആലോചിക്കും സാർ. ഒരു 5 മിനിറ്റുള്ളിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. ഈ എല്ലാ ക്രൈമിന്റെ സാക്ഷിയായ കോൺസ്റ്റബിള് ഇന്നലെ രാത്രി മുതൽ കാണാതെ പോയി. അവൻ എന്താ സംഭവിച്ചതെന്ന് തനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ. നീ പോലീസിനെ കൊണ്ട് വന്ന മീഡിയയിലുള്ള ഞങ്ങളുടെ ആളുകളെ നിന്റെ പരിപാടികളൊക്കെ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് നമുക്ക് നല്ലൊരു ഡീല് സംസാരിച്ചാലോ? പിന്നെ കയറി വരുന്നതിന് മുമ്പേ ഒരു ചെറിയ മിസ് കോള് തന്നേക്കും. പിന്നെ ഒരു കാര്യം, മോളിലേക്ക് വരുമ്പോഴേ ആ ഡ്രസ്സ് അഴിച്ച് മാറ്റിയിട്ട് കയറി വന്നാൽ മതി. വേറൊന്നുമല്ല, ആ ഡ്രസ്സ് ഇടുമ്പോഴേ എനിക്ക് ഇച്ചിരി ബഹുമാനം കൂടും. അവൻ ശരിക്കുള്ള പോലീസിനെ വിളിച്ചാൽ നീ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റുള്ളിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ കൂട്ടിയിട്ട് വന്നേനെ. ഇവന്റെ കാര്യം പുറത്തറിഞ്ഞ ആളുകൾ അവനെ ചെരിപ്പൂരി അടിക്കുന്നുള്ള കാര്യം അവന് തന്നെ അറിയാം. അവൻ ഇങ്ങോട്ട് എന്തിനായിരിക്കും വന്നിരിക്കുക? ഈ കാര്യം എങ്ങനെ പുറത്തറിഞ്ഞത്? ആരാടാ പുറത്തു പറഞ്ഞത്? എങ്ങനെ അറിഞ്ഞത്? ഈ കാര്യം ഇപ്പം നമ്മൾക്ക് മാത്രമല്ലാതെ
വേറെ ആർക്കൊക്കെ അറിയാമെന്നറിയാൻ വേണ്ടി അവൻ വരുന്നത്. ഇപ്പൊ അവനോട് എന്താ പറയാൻ പോകുന്നത്? ഏയ് എനിക്ക് ഈ സാക്ഷിയെ തന്നേക്ക്. നിനക്ക് എത്ര വേണമെങ്കിലും പണം ഞാൻ തരാം. അവൻ വന്ന് ഞാൻ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരമണിക്കൂറിനകത്ത് അവനെ തട്ടിക്കളയും. അതിന് പകരം ഈ പെണ്ണിനെ എനിക്ക് തന്നേക്ക്, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞാണ് അവൻ തുടങ്ങുന്നതെങ്കിൽ ഒറ്റ നിമിഷത്തിൽ കൊന്നുകളയും. സമാധാനത്തോടെ ഇരുന്ന ചെറായി ബീച്ച് ഇന്നലെ സംഘർഷഭരിതമായി. തീരത്തടിഞ്ഞ പെട്ടികളിൽ 3 ശവശരീരങ്ങൾ കണ്ടെടുത്തു. ഇതാരോ പ്രതികാരത്തിന് വേണ്ടി ചെയ്തതാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഹലോ CS, ആ ഗ്യാങ് മുഴുവനും പിടിച്ചിട്ടുണ്ട്. അഡ്രസ് ഞാനിപ്പോൾ സാറിന് മെസ്സേജ് അയക്കാം.